എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്: ഇൻഡെംനിറ്റിയും ഗ്യാരണ്ടിയും. കേൾക്കുമ്പോൾ രണ്ടും ഏകദേശം ഒരുപോലെ തോന്നാമല്ലേ? പക്ഷേ ഇവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോ എന്താണ് ഈ വ്യത്യാസങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒന്നാലോചിച്ച് നോക്കൂ, നിങ്ങളൊരു കാർ ഇൻഷുറൻസ് എടുക്കുന്നു, അതൊരു വശത്ത്. ഇനി നിങ്ങളുടെ ഒരു സുഹൃത്തിനു വേണ്ടി ഒരു ബാങ്ക് ലോണിന് ജാമ്യം നിൽക്കുന്നു, അത് മറുവശത്ത്. രണ്ടിലും ഒരു സാമ്പത്തിക സുരക്ഷയുടെ ഒരു എലമെന്റ് ഉണ്ടല്ലോ, അല്ലേ? പക്ഷെ നിയമപരമായിട്ട് ഇവ രണ്ടും രണ്ടാണ്. അതിന്റെ പിന്നിലെ കാരണം എന്തായിരിക്കും? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് തേടുന്നത്. അപ്പോ ഈ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിന്റെ നിയമപരമായ നിർവചനങ്ങൾ എന്താണെന്നറിയണം. ഇന്ത്യൻ കരാർ നിയമം 1872 ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പറയുന്നത്. ശരി, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഇൻഡെംനിറ്റി കരാർ എന്താണെന്ന് നോക്കാം. നിയമത്തിലെ സെക്ഷൻ 124 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ സിമ്പിളാണ്. ഒരു പാർട്ടി മറ്റേ പാർട്ടിയോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അത് ഞാൻ നികത്തി തന്നോളാം. ആ നഷ്ടം ഒരുപക്ഷേ എന്റെ പ്രവൃത്തി കൊണ്ടാക്കാം, അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും പ്രവൃത്തി കൊണ്ടുമാകാം. അപ്പോ ഇവിടുത്തെ പ്രധാന വാക്ക് നഷ്ടം നികത്തുക അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്നതാണ്. ഇനി ഗ്യാരണ്ടി കരാറിലേക്ക് വരാം. ഇത് സെക്ഷൻ 126 പറയുന്നത്. ഇൻഡെംനിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഒരു മൂന്നാമത്തെ ആളുകൂടി കഥയിലേക്ക് വരുന്നുണ്ട്. അതായത്, ഒരാള് ഒരു കടം തിരിച്ചടയ്ക്കുന്നതിൽ ഒരു വീഴ്ച വരുത്തിയാൽ വേറൊരാൾ മുന്നോട്ട് വന്നിട്ട് പറയാണ്, അവൻ തന്നില്ലെങ്കിൽ ആ ബാധ്യത ഞാൻ ഏറ്റെടുക്കാമെന്ന്. ഇവിടെ ഫോക്കസ് നഷ്ടപരിഹാരത്തിലല്ല, മറിച്ചൊരു ഉറപ്പ് നൽകുന്നതിലാണ്. അപ്പോ ഡെഫിനിഷൻ ഏകദേശം ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇവ തമ്മിലുള്ള 6 പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. ഇത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷനും മാറും, ഉറപ്പ്. ആദ്യത്തെ വ്യത്യാസം തന്നെ ഇതില് എത്ര പേരുണ്ട് എന്നതിലാണ്. ഒരു ഇൻഡെംനിറ്റി കോൺട്രാക്റ്റില് വെറും 2 പേരേ ഉള്ളൂ. ഒന്ന്, നഷ്ടം നികത്തിക്കൊടുക്കാമെന്ന് വാക്ക് തരുന്നയാള്, അയാളെ നമ്മൾ ഇൻഡെംനിഫയർ എന്ന് പറയും. 2, ആർക്കാണോ ഈ സംരക്ഷണം കിട്ടുന്നത് ആ വ്യക്തി, അതായത് ഇൻഡെംനിഫൈഡ്. ഇത് അവർ തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ഡീലാണ്. പക്ഷേ ഗ്യാരണ്ടിയുടെ കാര്യം വരുമ്പോ കഥ മൊത്തം മാറും. ഇവിടെ കളത്തിൽ 3 പേരുണ്ട്. 1, പണം കൊടുത്തയാൾ, അതായത് ക്രെഡിറ്റർ. 2, ആ പണം വാങ്ങിയ പ്രധാന കടക്കാരൻ, അതായത് പ്രിൻസിപ്പൽ ഡെറ്റർ. പിന്നെ ഇയാൾ പണം തിരിച്ചടച്ചില്ലെങ്കിൽ ഞാൻ കൊടുത്തോളാമെന്നോ ഉറപ്പ് നൽകുന്ന മൂന്നാമൻ, അതായത് ജാമ്യക്കാരൻ അല്ലെങ്കിൽ ഷോർട്ടി. അപ്പോ ഈ മൂന്നാമന്റെ വരവാണ് ഗ്യാരണ്ടിയെ ശരിക്കും ഗ്യാരണ്ടിയാക്കുന്നത്. ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസത്തിലേക്ക് വരുന്നത്. അതാണ് ബാധ്യതയുടെ സ്വഭാവം. ഇൻഡെംനിറ്റിയിൽ നഷ്ടം സംഭവിച്ചാൽ പണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഇൻഡെംനിഫയർക്കാണ്. അതയാളുടെ പ്രൈമറി, അതായത് പ്രാഥമികമായ ബാധ്യതയാണ്. വേറെ ആരെയും ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഗ്യാരണ്ടിയിലോ അവിടെ ജാമ്യക്കാരന്റെ ബാധ്യത സെക്കൻഡറിയാണ്, അതായത് രണ്ടാമത് വരുന്ന ഒന്നാണ്. അതിന്റെ അർത്ഥം, ആദ്യം കടം വാങ്ങിയ ആൾ പണം കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തണം, എങ്കിൽ മാത്രമേ ജാമ്യക്കാരന്റെ റോൾ അവിടെ വരുന്നുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണം ഓർക്കുന്നുണ്ടോ? അത് വെച്ച് നോക്കിയാൽ ഇത് സിമ്പിളായിട്ട് മനസ്സിലാവും. നിങ്ങളുടെ കാറിന് ഒരു കേടുപാട് പറ്റി. നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയെ വിളിക്കുന്നു, അവർ നിങ്ങൾക്ക് നേരിട്ട് പണം തരുന്നു. അതാണ് പ്രൈമറി ലയബിലിറ്റി. ഇനി മറ്റേ കേസ്, നിങ്ങളുടെ സുഹൃത്ത് ലോൺ അടച്ചില്ലെങ്കിൽ ബാങ്ക് ആദ്യം ആരെയാ സമീപിക്കുക? സുഹൃത്തിനെ തന്നെ, അല്ലേ? അവൻ കൈമലർത്തുമ്പോൾ മാത്രമേ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരൂ. അതാണ് സെക്കൻഡറി ലയബിലിറ്റി. അടുത്ത വ്യത്യാസം കരാറുകളുടെ എണ്ണത്തിലാണ്. ഒരു ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ അത് ഇൻഡെംനിഫയറും ഇൻഡെംനിഫൈഡും തമ്മിലുള്ള ഒരൊറ്റ കരാറാണ്. സിമ്പിൾ. പക്ഷെ ഒരു ഗ്യാരണ്ടിയിൽ സത്യത്തിൽ 3 വ്യത്യസ്ത കരാറുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. 1, പണം കൊടുത്തയാളും വാങ്ങിയാളും തമ്മിൽ. 2, പണം കൊടുത്തയാളും ജാമ്യക്കാരനും തമ്മിൽ. മൂന്നാമത്തേത്, ജാമ്യക്കാരനും കടം വാങ്ങിയാളും തമ്മിലുള്ള ഒരു പരോക്ഷമായ കരാറാണ്. ഇത് കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. ഇനി എന്തിനാണ് ഈ കരാറുകൾ ഉണ്ടാക്കുന്നത്? അതിന്റെ ലക്ഷ്യത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇൻഡെംനിറ്റിയുടെ പ്രധാന ഉദ്ദേശം എന്താ? ഒരു നഷ്ടമുണ്ടായാൽ അതിന് പരിഹാരം കാണുക, കോമ്പൻസേഷൻ കൊടുക്കുക. പക്ഷേ ഗ്യാരണ്ടിയോ? അതിന്റെ ലക്ഷ്യം ഒരു ഉറപ്പ് കൊടുക്കലാണ്. ഈ കടം തിരിച്ചടയ്ക്കുമെന്ന്, അല്ലെങ്കിൽ ഈ വാക്ക് പാലിക്കപ്പെടുമെന്ന് ഒരു സെക്യൂരിറ്റി കൊടുക്കുക. ഒന്ന് നഷ്ടം നികത്തുന്നു, മറ്റൊന്ന് ഉറപ്പു നൽകുന്നു. ഇനി പണം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആർക്ക് കേസ് കൊടുക്കാൻ പറ്റും? ഇൻഡെംനിറ്റിയുടെ കാര്യത്തിൽ ഇൻഡെംനിഫയർ നഷ്ടം നികത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് ആ നഷ്ടമുണ്ടാക്കിയ മൂന്നാമതൊരാൾക്കെതിരെ സ്വന്തം പേരിൽ കേസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഗ്യാരണ്ടിയുടെ കാര്യം അങ്ങനെയല്ല.
ജാമ്യക്കാരൻ കടം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് കടം കൊടുത്തയാളുടെ അതേ അധികാരങ്ങൾ കിട്ടും. എന്നിട്ട് കടം വാങ്ങിയ ആൾക്കെതിരെ സ്വന്തം പേരിൽ കേസ് കൊടുത്ത് ആ പണം തിരിച്ചുപിടിക്കാൻ സാധിക്കും. നിയമത്തിൽ ഇതിനൊരു പേരുണ്ട്, റൈറ്റ് ഓഫ് സബ്രോഗേഷൻ. അവസാനത്തെ ഒരു പോയിന്റ് ആരാണ് ഇത് ആവശ്യപ്പെടുന്നത് എന്നതാണ്. ഒരു ഇൻഡെംനിറ്റി കരാർ ആരും ആവശ്യപ്പെടാതെ തന്നെ സ്വമേധയാ ഒരാൾക്ക് കൊടുക്കാം. പക്ഷേ ഗ്യാരണ്ടി അങ്ങനെയല്ല. അതെപ്പോഴും കടം വാങ്ങുന്ന ആളുടെ ഒരു അഭ്യർത്ഥന പ്രകാരമായിരിക്കണം ജാമ്യക്കാരൻ കൊടുക്കുന്നത്. ഒന്നുകിൽ നേരിട്ടുള്ള അഭ്യർത്ഥന, അല്ലെങ്കിൽ പരോക്ഷമായത്. ഈ അഭ്യർത്ഥനയാണ് ജാമ്യക്കാരനും കടക്കാരനും തമ്മിലുള്ള ബന്ധത്തിന് അടിസ്ഥാനം തന്നെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കിയാലോ? ഈ പ്രധാന വ്യത്യാസങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് സംഭവം ക്രിസ്റ്റൽ ക്ലിയർ ആവും. നോക്കൂ, കക്ഷികളുടെ എണ്ണത്തിൽ ഇൻഡെംനിറ്റിയിൽ 2 ആണെങ്കിൽ ഗ്യാരന്റിയിൽ 3 ആണ്. ബാധ്യതയുടെ കാര്യം നോക്കിയാൽ ഇൻഡെംനിറ്റിയിൽ അത് പ്രൈമറിയാണ്, ഗ്യാരന്റിയിൽ സെക്കൻഡറിയും. കരാറുകളുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ട്, 1 എന്നതും 3 എണ്ണമെന്നതും. എപ്പോഴാണ് ഇത് ആക്ടിവേറ്റ് ആവുന്നത്? ഇൻഡെംനിറ്റി ഒരു നഷ്ടം സംഭവിക്കുമ്പോഴാണ്. ഗ്യാരന്റി കടം വാങ്ങിയ ആൾ വീഴ്ച വരുത്തുമ്പോഴാണ്. അവസാനം കേസ് കൊടുക്കാനുള്ള അവകാശത്തിലും നമ്മൾ ആ വ്യത്യാസം കണ്ടു. അപ്പോ ഒറ്റ വാക്കിൽ ഓർത്തുവെക്കാൻ ഇത്രയേ ഉള്ളൂ. ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം. അതായത് ഒരു നഷ്ടം സംഭവിച്ചാൽ നിങ്ങളെ പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു വാഗ്ദാനം. എന്നാൽ ഗ്യാരന്റി എന്ന് പറഞ്ഞാൽ സുരക്ഷയാണ്. അതായത് മറ്റൊരാളുടെ വാക്ക് പാലിക്കപ്പെടുമെന്നുള്ള ഒരു ഉറപ്പ്. ഒന്ന് നഷ്ടം നികത്തുന്നു, മറ്റൊന്ന് ഒരു വാഗ്ദാനത്തിന് ഉറപ്പു നൽകുന്നു. അതാണ് അടിസ്ഥാന വ്യത്യാസം. ഇപ്പൊ നിങ്ങൾക്ക് ഈ വ്യത്യാസം ശരിക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നിങ്ങൾ ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസികൾ, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ജാമ്യം നിൽക്കുന്ന സാഹചര്യങ്ങൾ, ഇതിലേത് തരം കരാറാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വരുന്നത്? എന്തായാലും അടുത്ത തവണ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പെടുമ്പോൾ ഇതിന് പിന്നിലെ നിയമം ഇൻഡെംനിറ്റി ആണോ അതോ ഗ്യാരന്റി ആണോ എന്ന് നിങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയും.